ഞാൻ ഓരോരുത്തരെ മേടിക്കുന്ന ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു കൂടും പോലും ഇല്ലാതെ കാണുമ്പോൾ ഒരു ആഗ്രഹത്തിലാണ് മേടിക്കുന്നത്. പറയാൻ കാരണം നമ്മൾ മണിത്താറാവ്, താറാവ്, ഗൂസ് ഇങ്ങനത്തെ ഐറ്റത്തിനെ വളർത്തുമ്പം എപ്പോഴും പകൽ മൊത്തം ഇങ്ങനെ ഈറിപ്പോള സ്ഥലത്ത് നിന്നാലും രാത്രി കിടക്കുമ്പം ഏകദേശം ഉണങ്ങിയ പ്രതലത്തിൽ വിടണം. അല്ലെങ്കിൽ അതുങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവും പാലും ഒരേപോലെ തണുപ്പത്തിരുന്ന കാര്യമില്ലല്ലോ. അപ്പം പകൽ നമുക്കിവിടെ തുറന്നു വിടാൻ പറ്റാത്തതാണ്, ഈ കുട്ടി തുറന്നു വിടാൻ പറ്റാത്തതും. പിന്നെ പുറത്ത് വിട്ട് നമുക്ക് ഒന്നിനും വളർത്താനൊക്കെയല്ല. നമ്മുടെ സ്വന്തം പട്ടിക്കുട്ടന്മാരല്ലെങ്കിലും പല വീട്ടുകാർ ഭക്ഷണം കൊടുക്കാത്ത കാരണം നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് അതുങ്ങൾക്കും കൂടി കൂട്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കും. അതൊരു കൊട്ടയിൽ ഇട്ട് വെച്ചാക്കും. കാരണം നമ്മൾ ചോറും കാര്യങ്ങളൊന്നും കോഴികൾക്കോ ഒന്നും കൊടുക്കാറില്ല. അപ്പം അതുങ്ങൾ നമ്മൾ കഴിക്കുന്ന പോലെ ഒരു ഓരി അതുങ്ങൾക്ക് വെക്കും, അതുങ്ങൾ കഴിക്കും. അത് നമുക്ക് ഒന്നിനെയും പുറത്തേക്ക് തുറന്നു വിടാനോ കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഉള്ളവന്മാരെല്ലാം കോഴിനെയും പിടിക്കും, നമ്മുടെ മണിത്താറാവിനെയാണെങ്കിൽ എല്ലാത്തിനേയും പിടിക്കും. നാടൻ കോഴിയാണെന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ലോകത്ത് ഏറ്റവും വലിയ ദാനം ഞങ്ങളുടെ മതത്തിൽ പറയുന്നതാണെങ്കിൽ, മുസ്ലിം മതത്തിൽ പറയുകയാണെങ്കിൽ, ദാനധർമ്മങ്ങൾ വിപത്തുകളെ തടയും. ദാനധർമ്മങ്ങളിൽ ഏറ്റവും മഹത്തായത് മറ്റുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത് അന്നദാനമാണ്. അപ്പം മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നമ്മൾ ആദരിക്കുന്നത് കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതിന് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറെയുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് അസീലാട്ടോ, ചുണ്ടാണ് കത്തിക്കണ്ട ക്രോസ് ബീഡാണ്. നമ്മൾ കഴിഞ്ഞിടക്ക് ചന്തയിൽ നിന്ന് എടുത്താട്ടോ നാടൻ കോഴി എന്നും പറഞ്ഞെടുത്തതാ. 500 താഴെ ആയുള്ളൂ. ആൾ മുട്ടയിട്ടു, നന്നായിട്ട് പറക്കും. കിട്ടിയപ്പം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി മുട്ട അവൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത്രയും മുട്ടയും ഒരാൾ സ്റ്റോർ ചെയ്യത്തില്ല. ഇത് കണ്ടോ, 1/2 കിലോ താഴെ ഉള്ളൂ വെയിറ്റ്. കടയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടിലെ മുട്ട തന്നെയാണ് ഇവൾ കട വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കുഞ്ഞ് വിരിഞ്ഞ കേട്ടോ. 3 പിള്ളേരുണ്ട്. ഫസ്റ്റ് ടൈം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അറിയാലോ, ഇറച്ചിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ. അവൾക്ക് വേണ്ടി പണിത കൂടാ. ഓളെ ഇവിടെ ഹാപ്പി. പിന്നെ നമ്മുടെ ബ്രോയിലർ നാടൻ ഒരു 2 കിലോക്ക് മേളിൽ ഇവൾക്ക് എന്തൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു മുട്ടയായിട്ട് അടയിരിക്കുന്നത്. ഇതുണ്ടോ, അവൾക്ക് വെയിറ്റും ഉണ്ട്, അവളെ കപ്പാസിറ്റി ഉണ്ട് മുട്ടയുടെ. അപ്പം വെയിറ്റുള്ള കോഴികൾക്ക് അതനുസരിച്ച് നമുക്ക് മുട്ട വെക്കാം. ചെറിയനും കോഴികൾക്ക് 5-6 മുട്ട വെക്കാൻ പറ്റുമ്പം ഈ അസിയിൽ അതേപോലെ ക്രോസ് ബ്രീഡിനൊക്കെ നല്ല തോതിൽ മുട്ട വെക്കാം. കാരണം അടയിരിക്കുന്നതെല്ലാം തനി നാടൻ കോഴിയാണെന്ന് ഞാൻ പറയത്തില്ല. നാടൻ കോഴിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ വശങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കളർ കണ്ട് ഞാൻ എടുത്തതാണ്. ഇത് കണ്ടോ ചെക്കൻ ഉണ്ട്, തീർത്തും വലിപ്പക്കുറവാണ്. അതേസമയം അസീൽ ബ്രീഡിൻ്റെയൊക്കെ നോക്കിക്കുക, വലിപ്പം കണ്ടോ. ഇത് 6 മാസം 7 മാസം അടുത്തായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നല്ല വലിപ്പം ഉണ്ടല്ലോ ഇപ്പോഴും. കണ്ടോ മുട്ടയിടാറൊന്നും ആയിട്ടില്ല. അതേസമയം നമ്മുടെ മുട്ടക്കോഴികളാണെങ്കിൽ പണ്ടേ മുട്ടയിടേണ്ട സമയം കഴിഞ്ഞു. ഇവർക്കൊക്കെ 12-15 മുട്ടയൊക്കെ വെക്കാം കേട്ടോ. അതനുസരിച്ചുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. പക്ഷെ ഇവർക്ക് 5-6 മുട്ട മാത്രം. ഇവർ നന്നായിട്ട് പറക്കും. പക്ഷെ വെയിറ്റ് ഉണ്ട്. ഇവർ 3 കിലോക്ക് മേലെയൊക്കെ വെയിറ്റ് വെക്കും. ഇവർ 1/2 കിലോ 1 കിലോ താഴെയൊക്കെ വെയിറ്റ് വെക്കത്തുള്ളൂ. വേറെ അത്യാവശ്യം നമ്മളെ മീൻ കളക്ഷനൊക്കെ തന്നെ. ഇവന്മാരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ തുറന്നു വിടും? നമ്മൾ സ്വന്തമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അഡോപ്റ്റ് ചെയ്ത പോലെയാണ് ഇതൊക്കെ. ഇവരെ മാസ്റ്ററാണോ എൻ്റെ മാസ്റ്ററാണോ നമുക്കിപ്പോൾ ഒരിക്കലും നിങ്ങളെ പറയാനൊക്കെയല്ല. ആളെ തൊട്ട് മേളത്തെ വീട്ടിലാണെങ്കിലും വന്നപ്പോൾ എല്ലും തോലുമായിരുന്നു. എന്നാ സ്നേഹമെന്നറിയാമോ. എൻ്റെ അടുത്തൊന്നും ആളിങ്ങനെ വരത്തില്ല, വാലൊക്കെ ആട്ടി വരും, ഇവിടെ അടുത്തൊക്കെ പോകും. ഇതിനെയൊക്കെ നമുക്ക് കല്ലെറിഞ്ഞ് ഓടിക്കാനൊക്കെ ഇവരുള്ള കാരണം നമുക്ക് മറ്റുള്ളവർ കോഴികളൊന്നും തുറന്നു വിടാനൊക്കെ. എന്നാ ഇതുണ്ടോ, തൊട്ടടുത്ത വീട്ടില്ല. കണ്ടാൽ ഞാൻ കുഞ്ഞിലോട്ട് വളർത്തുന്നതെന്ന് തോന്നും. നമ്മൾ വളർത്തുന്ന പട്ടിക്കും പോലും ഇത്ര സ്നേഹം കാണത്തില്ല. ഇവരെയൊക്കെ മാസ്റ്റർ ഞാനാണ് ഇവരുടെ മാസ്റ്റർ എന്നും പോലും എനിക്കറിയത്തില്ല. കുറവിൻ്റെ ഉണങ്ങിപ്പോയി, ഇന്ന് കയറ്റി എടുക്കണം. ഇതൊക്കെ ഇമാരെ ശല്യങ്ങളാട്ടോ. മീനിട്ടിരിക്കുന്ന വാലയൊക്കെ കടിച്ച് മുറിച്ച് പണ്ടാരം അടക്കി വല്ലതും ചെയ്യാനൊക്കെ കൊക്ക് പിടിക്കാതിരിക്കാനാണ് ചെയ്യുന്നത്. ഒന്ന് വെള്ളം അടിക്കുന്ന കാരണമായിരിക്കും അന്തൂറയ്ക്കൊന്ന് വാടി. ഇന്നലെ ഒന്ന് ലീവ് കിട്ടിയപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി. എന്താണ്, മനസ്സെത്തുന്ന സ്ഥലത്ത് ശരീരം എത്തുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. എന്നാലും ഇതിനൊക്കെ ഒരു സമയം ഞാൻ കണ്ടെത്തും. പക്ഷേ ഈ സമയത്ത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ കള്ളിമുളിച്ചെടിയാന്ന് തോന്നുന്നത്. അത്യാവശ്യം എപ്പോഴെങ്കിലും ഒന്ന് വെള്ളം കൊടുത്താൽ മതിയല്ലോ.
ഇന്ന് 2 മുട്ട കിട്ടിയിട്ടുണ്ട്. ഒന്ന് കരിങ്കോഴിയുടെയാണ്, ഒന്ന് നമ്മുടെ വെളുമ്പി ക്രോസ് ബ്രീഡിൻ്റെ കേട്ടോ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എലി എടുത്തോണ്ട് പോകും, അതാ ഒരു പ്രശ്നം. അതായത് വിത്തിൽ ഒരു മുട്ട ഇവിടെ, ഒരു മുട്ട നമ്മുടെ കരിങ്കോഴിപ്പെണ്ണിൻ്റെയാണ്. അതിന് നമ്മുടെ ടർക്കി കുട്ടൻ ഇനിച്ച പെണ്ണിൻ്റെ മുട്ട ഇവിടെ വല്ല ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നത്. ഇവന് ഭയങ്കര അലനത്തിൻ്റെ ഇൻ്റർനാഷണൽ അലമ്പന കേട്ടോ. ഇന്ന് അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മുത്തശ്ശിക്കോഴി, അവൾക്ക് റെസ്റ്റാ. ഉള്ള കാലത്തോളം അവളെ സുഖമായിട്ട് ഇരിക്കട്ടെ. അടുത്ത് തന്നെ ഇവളും മുട്ട ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. മോഹമൊക്കെ ചുമന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രാവിനെയും കോഴിനെയൊക്കെ വളർത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഈ ഗിനി ടർക്കി ഉള്ള കൂട്ടിലേക്ക് ഒരിക്കലും വിടരുത്. കാരണം അഗ്രസീവ് കൂടുതലുള്ള ഇവനും ഈ ചെക്കനും ഇവരെയൊക്കെ ആക്രമണത്തിൽ പെട്ടിട്ട് രക്ഷപ്പെട്ട് കയറി വന്നതാ. അവളൊരുത്തി, പിന്നെ ഇവളൊരുത്തി. ഇവർ മുട്ടയിടാനുള്ള സെറ്റപ്പാണ്, കൂടൊന്നും ആയില്ല. ഇവനെ തുറന്നു വിട്ടാലും അവൻ കൊത്തിപ്പറിക്കും. ഇവനെ കൊത്തിപ്പറിച്ചു. ഇപ്പം കാഷ്വാലിറ്റി പോലെ. ഇത് കണ്ടോ, ഇത്രത്തോളം കാണാമോന്ന് എനിക്കറിയത്തില്ല. കൂട് തുറക്കാനൊരു മടി. അമ്മയും മക്കളും കേട്ടോ. നമ്മുടെ ടർക്കി കുട്ടൻ ആക്രമിച്ച് വഷളാക്കി വെച്ചിരിക്കുക. പക്ഷേ ഞാൻ ഫുഡൊക്കെ കൊടുക്കും. പിന്നെ പല രോഗങ്ങളും നമുക്ക് അറിയത്തില്ലെങ്കിലും കണ്ണുകൊണ്ട് മനസ്സിലാക്കാം. ഫുഡ് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പകുതി. നമ്മൾ മെഡിസിൻ കൊടുത്ത് കൊല്ലുന്നതിനേക്കാളും ഭേദം ഫുഡ് തിന്നുമെങ്കിൽ അത് ഫുഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു കൂട്ടിലാക്കുക. ഇങ്ങനെ പ്രസ്ഥാനം ചെയ്യുമ്പോൾ ഒത്തിരി കൂടുകൾ വേണം. കാരണം പരിക്ക് പറ്റി ഞാൻ മരുന്നൊന്നും അങ്ങനെ ചെയ്തില്ല. ആളെ ഈ കൂട്ടിലിട്ടു. അവളെ അമ്മക്കും ഒരു കൊച്ചിനും ഒരു ക്ഷീണം പോലെ തോന്നി. അപ്പോഴേ ഞാൻ കൂട്ടി പിടിച്ചിട്ടതാണ്. ഇവനൊക്കെ എന്ന് വെച്ചാൽ കഴുത്ത് പെട്ട് വന്ന് കഴുത്തിൽ മുറിവ്, ചിറകിൻ്റെ അടി മുറിവ്. നമ്മുടെ ഇത് പിന്നെ ഭേദമുണ്ട് കേട്ടോ. ഓനേക്കാളും വഷളായിട്ട് വന്നതാണ്. 2 വട്ടം ന്യൂറോബൈൻ ഗുളിക കൊടുത്തു. പിന്നെ കൊടുക്കാനൊന്നും നിന്നില്ല. വേറെ ഒരു മരുന്നും കൊടുത്തില്ല. ആൾ പുട്ട് കഴിക്കും. തലവെട്ടലാണെങ്കിലും നന്നായിട്ട് പുട്ട് കഴിക്കുമായിരുന്നു. ആളെ റിക്കവറായി സെറ്റപ്പായിട്ട് നിൽക്കുന്ന കേട്ടോ. കാരണം നമ്മളെ പല രോഗങ്ങളും കണ്ണുകൊണ്ട് മനസ്സിലാകുമ്പം സെപ്പറേറ്റ് ഒരു കൂട്ടിലാക്കി ഫുഡൊക്കെ കൊടുത്താൽ അത്യാവശ്യം റിക്കവറായി വരും. ഇതിനൊന്നും സമയമില്ലെന്ന് പറയുന്നവർക്ക് നമ്മളാട്ടോ സമയം കണ്ടെത്തുന്നത്. നമ്മൾ ശ്രമിച്ചാൽ എല്ലാത്തിനും സമയം നമുക്ക് കണ്ടെത്താൻ നിൽക്കും. ഞാൻ പോയ കാരണം ഞാൻ അങ്ങനെ കണ്ടെത്തുന്ന സമയത്താണ് ഇതിനെയൊക്കെ നോക്കുന്നത്. ഹാപ്പി, നമ്മുടെ ഒരു സന്തോഷത്തിന്. ലാഭമൊന്നും നമ്മൾ നോക്കി ഒരിക്കലും ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ലോകം, ഒരു ഫാം, അതേപോലെ തന്നെ എല്ലാവരോടും ഇന്ന ബ്രീഡിനെ പറ്റി പരിചയപ്പെടുത്തണം. അതേപോലെ തന്നെ എല്ലാവരും ഈ ലഹരി വിട്ട് ഈ മേലിലേക്ക് ഇറക്കണമെന്നൊക്കെ ആഗ്രഹം. ലഹരി ദോഷവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കണ്ടും ഇട്ടൊക്കെ ഉള്ളതാണ്. അറിയാതൊരിതായതുകൊണ്ട് കഴിയുന്നത് എല്ലാവരും പെറ്റ് മേഖലയിലേക്ക് കൊണ്ടുവരിക. നല്ല തോതിൽ ഇതിലേക്കൊക്കെ ഇറക്കി ഇതിലെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് എനിക്ക് നടന്നു പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാലക്രമേണ. കാരണം ഒന്നുമില്ലാത്തൊരു സ്ഥലത്തുനിന്ന് എനിക്ക് ഇത്രയും പിള്ളേരെ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ദേഷ്യം അടക്കി മുമ്പോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഒത്തിരി പണം സമ്പാദിക്കുന്നതിലല്ല, നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലും ആകുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഇവള് ഒരു മുട്ടയൊന്നുമില്ലാതെ കൊത്തി കുടിക്കുന്ന ഒരു പിശാശായിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി ഒത്തിരി. ഞാൻ എത്ര വർഷം കോഴിനെ വളർത്തുന്നതിൻ്റെ അല്ല, ആൾക്ക് ഫുഡ് കിട്ടാത്തത് കാരണമാണ് ആൾ മുട്ട കൊത്തി കുടിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആവശ്യത്തിലേറെ കൂട്ടിൽ രാവിലെ ഇട്ടും വരുന്ന തീറ്റയൊന്നുമില്ല. നമ്മൾ തീറ്റ കിട്ടിയപ്പോൾ ആൾക്ക് മുട്ടയും നിന്നണ്ട, ഒന്നും നിന്നണ്ട, ഹാപ്പിയായിട്ട് നിൽക്കുന്നു. അത് മുട്ട കൊത്തി കുടിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ അറക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ വിറ്റോ ചെയ്തെങ്കിൽ എനിക്കിങ്ങനെ മുട്ട കിട്ടത്തില്ലായിരുന്നു. ഇത് അവളുടെ മുട്ടയും ഇത് നമ്മുടെ പെണ്ണിൻ്റെ മുട്ടയാണ്, പാൻസിക്കോഴിയുടെ മുട്ടയാണ്. ഇനി മുട്ടയിടുന്നുണ്ട്. അഗ്രസീവൊക്കെ ഉണ്ട്. ഇവനെ ഇറച്ചിക്കടയിൽ നിന്ന് മേടിച്ചാൽ ഇവരാരും ഞാൻ ഇങ്ങനെ മേടിക്കണമെന്ന് പറഞ്ഞ് പോയി മേടിച്ചതൊന്നുമല്ല. കാണുമ്പോൾ ഒരാഗ്രഹം തോന്നും, ഉള്ള പൈസയൊക്കെ മേടിച്ചോണ്ട് വരും, വിറ്റാറ്റേ പണിയും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം തോന്നി മനസ്സിന് തോന്നുമ്പോൾ യാത്ര ചെയ്യാൻ തോന്നും, അപ്പം കാണുമ്പോൾ മേടിക്കുന്നേ അല്ലേ. നമ്മൾ ആരൊക്കെ വന്നത്? നമ്മൾ മാത്രമേ ഉള്ളല്ലേ. നമ്മൾ സിൽക്ക് കുഞ്ഞുമാണല്ലേ വന്നത്. സിൽക്ക് കുഞ്ഞു പോയിട്ട് നീ ഇല്ലേ? നിന്നെ കൊടുക്കത്തൊന്നുമില്ല. നിന്നെ കൊടുക്കും ഞാൻ, നിന്നെയും കൊടുക്കത്തില്ല. അലമ്പുണ്ടാക്കരുതേ. രാത്രി കൂവല്ലേ കേട്ടോ. ഇപ്പം കൂവോ? ആൾക്ക് മുള്ളൊക്കെ ചാടാൻ തുടങ്ങി. ഞാൻ പോയാ.